അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അന്നൊരു സ്ക്വാഡ് ബിൽഡിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അപ്പോൾ അതിലേക്ക് ഇപ്പോൾ വിദേശ താരങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ അവരെ വെച്ചുകൊണ്ട് സ്ക്വാഡ് ബിൽഡിംഗ് നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെയ്ത ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 4-1-3-2 ഈ ഫോർമേഷനാണ്. അപ്പോൾ നമ്മൾ ഇനി കാറ്റാൽ എന്തായാലും ഇത്ര വിദേശ താരങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു സ്ക്വാഡ് തന്നെയായിരിക്കും ഫസ്റ്റ് 11 ചോയ്സ് ആയിട്ട് ഇറക്കുക. അപ്പോൾ ഇനിയൊരു സെൻറ്റർ ബാക്കിന് നമ്മൾ സൈൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇനി എന്തായാലും നമുക്കിപ്പോൾ ഉള്ള താരങ്ങൾ വെച്ചിട്ടുള്ള സ്ക്വാഡ് ബിൽഡിംഗ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത് കാറ്റാലയുടെ മെയിൻ ഫോർമേഷനായ 4-2-3-1 അപ്പോൾ ഈ സ്ക്വാഡ് ബിൽഡിംഗ് തന്നെയായിരിക്കും കാറ്റാല ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ കുറേ ഇന്ത്യൻ താരങ്ങളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരൊന്നും വെസ്റ്റ് 11 ചിലപ്പോൾ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോണ്. അപ്പം നമ്മുടെ പഴയ ഫോർമേഷനിൽ നിന്ന് ഡിഫൻസിൽ ഒരു മാറ്റവുമില്ല. ഗോൾ കീപ്പറായിട്ട് നോറ ഫെർണാണ്ടസ്, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ അമൈ, സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ബിഗാഷും ഹോർമിപ്പാമും. അപ്പോൾ അവിടേക്ക് ഒരു വിദേശ താരത്തെ സൈൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യം ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ടൊരു സെൻറ്റർ ബാക്ക്. അപ്പോൾ ലെഫ്റ്റ് ബാക്കിലാണ് നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്, ഐബൻ ഡോങ്ലിങ്ങും അതുപോലെ തന്നെ നവോച്ച സിങ്ങും. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷനിൽ ഫസ്റ്റ് 11 വരുന്നത് ഐബൻ തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫൻസ് വരുന്നത്. ഇനി മിഡ്ഫീൽഡേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു DMFും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന രീതിയിൽ ബിബിൻ മോഹനനും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സൈനിങ് ആയ ഹെർണാണ്ടസിനെയാണ് ഞാൻ ഇതാക്കിക്കണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മധ്യനിര വരുന്നത്. ഇത് കൂടാണ്ട് നമുക്കൊരു മിഡ്ഫീൽഡറും കൂടിയുണ്ട്, റൗളിൻ ബോർജസ്. അപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് 11 ആൾ വരാൻ സാധ്യതകളുണ്ട്. പറ്റ മിക്കവാറും സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ബാക്കപ്പ് എന്ന രീതിയിൽ. അപ്പോൾ ആളും ഒരു അടിപൊളി പ്ലെയറാണ്. അപ്പോൾ നമ്മുടെ ഇനി അറ്റാക്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡാനിഷ് ഫറൂഖ്, അതുപോലെ തന്നെ റൂസ്, യോക്കൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു ഇതാണ് നമ്മൾ ഇതാക്കിക്കുന്നത്. അതായത് ഇപ്പോൾ റൈറ്റ് വിങ്ങിലാണ് നമ്മുടെ റൂസിനെ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് IMF ആയിക്കൊണ്ട് ഡാനിഷ് ഫറൂഖിനും ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ടാണ് കെവിനും വെച്ചിരിക്കണത്. അതിന് കാരണം ഡാനിഷിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ കാറ്റാലയുടെ മിക്ക ഫോർമേഷനും ഫസ്റ്റ് 11 ചോയ്സാണ് ഡാനിഷ്. അപ്പോൾ അവിടെ എന്തായാലും ഉൾപ്പെടുത്തും. അതിനു പുറമെ കോറോസിങ്ങിനെ റൈറ്റ് വിങ്ങർ ആക്കിയിട്ട് റൂസിനെ IMF ആക്കായിരുന്നു. പക്ഷേ കോറോസിങ്ങിനെ റാങ്ക് ചെയ്യാൻ മോഹൻ ബഗാൻ ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. മിക്കവാറും മോഹൻ ബഗാൻ കോറോയെ തൂക്കും. അപ്പോൾ ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റൈറ്റ് വിങ്ങർ ആക്കിയിട്ടും റൂസിനെ IMF ആക്കായിരുന്നു. പക്ഷേ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സ്ക്വാഡ് ബിൽഡിങ്ങിൽ ഡാനിഷിനെ കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവായി കളിക്കാൻ, അതുപോലെ തന്നെ റൂസിന് സപ്പോർട്ട് എന്ന രീതിയിലായിരിക്കും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ആയിക്കൊണ്ട് വരുന്നത് ഇവരാണ്. അപ്പോൾ വിക്ടറായിരിക്കും നമ്മുടെ ഫോർവേഡ് ഈ സ്ക്വാഡിലെ. അപ്പോൾ ഈ സ്ക്വാഡിലെ നല്ല നമ്മുടെ ടീമിലെയും ഫോർവേഡ് ആൾ തന്നെ ആയിരിക്കും. അപ്പോൾ നിഹാൽ സുതീഷൊക്കെ സെക്കൻഡ് ഓപ്ഷനാവും. നിഹാൽ ഒരു വിങ്ങറാണ്, എന്നാൽ കൂടിയും സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന താരമാണ് നിഹാൽ. അതുപോലെ തന്നെ കോറോ, അജിസൽ. അപ്പോൾ ഇവരൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇവരെ ഇറക്കാനുള്ള സാധ്യതകളുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സ്ക്വാഡ്. ഗോൾ കീപ്പറായിട്ട് നോറ, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ അമൈ, സെൻറ്റർ ബാക്കായിട്ട് ബിഗാഷും ഹോർമിപ്പാമും, ലെഫ്റ്റ് ബാക്കിൽ ഐബൻ, അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ഹെർണാണ്ടസും ബിബിൻ മോഹനനും, IMF ആയിട്ട് ഡാനിഷ്, റൈറ്റ് വിങ്ങിൽ റൂസ്, ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ, സെൻട്രൽ ഫോർവേഡായിട്ട് വിക്ടർ. ഇതാണ് നമ്മുടെ ഫൈനൽ സ്ക്വാഡ്. അപ്പോൾ ഈ സ്ക്വാഡിൽ പല മാറ്റങ്ങളും ഉണ്ടാവാം. അതൊക്കെ നിങ്ങൾ അഭിപ്രായം പറയാം, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.